ന്യൂസിലാൻഡിലെ പാരാമെഡിക്സിന് പ്രിസ്ക്രൈബ് ചെയ്യാനുള്ള ഒരു അതോറിറ്റി കൊടുക്കുമെന്നാണ് ഹെൽത്ത് മിനിസ്റ്റർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. തീർച്ചയായിട്ടും വളരെ നല്ലൊരു തീരുമാനമാണ്. കാരണം നമുക്കറിയാം പാരാമെഡിക്സ് ആംബുലൻസിലും റെസ്ക്യൂ ഹെലികോപ്റ്റേഴ്സിലും മാത്രമല്ല അവരുടെ സർവീസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്, മറിച്ച് റെസിഡൻഷ്യലായിട്ടുള്ള ഏജ്ഡ് കെയർ ഫെസിലിറ്റീസിലും ഹോംസിലും എസ്പെഷ്യലി ഹെൽത്ത് കെയർ ആക്സസ് ലിമിറ്റഡ് ആയിട്ടുള്ള പ്രദേശങ്ങളിൽ അവരുടെ സർവീസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിലവിൽ അവർക്ക് പ്രിസ്ക്രൈബ് ചെയ്യാനുള്ള ഒരു പെർമിഷൻ ഇല്ല, മറിച്ച് അവർക്ക് ചില മെഡിക്കേഷൻ അഡ്മിനിസ്റ്റർ ചെയ്യാനുള്ള ഒരു അതോറിറ്റി അവർക്കുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രിസ്ക്രൈബ് ചെയ്യാനുള്ള ഒരു അതോറിറ്റി കൂടി അവർക്ക് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വേണമെങ്കിൽ ക്ലിനിക്കലി അപ്രോപ്രിയേറ്റ് ആണെങ്കിൽ അവർക്കൊരു കംപ്ലീറ്റ് കെയർ പേഷ്യൻസിന് കൊടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ വരുമ്പോൾ ഒരു പ്രിസ്ക്രിപ്ഷൻ വേണ്ടി മാത്രം പേഷ്യൻറ്റിനെ ഡിയിലേക്കോ അല്ലെങ്കിൽ മറ്റ് GP സർവീസിലേക്കോ ട്രാൻസ്ഫർ ചെയ്യേണ്ട കാര്യമില്ല. ആ ഒരു സമയം, ആ ഒരു കോസ്റ്റും ആ ഒരു സമയവും ഡിയുടെ സമയവും ആ ഒരു ട്രാവൽ ടൈമും അവിടെ കുറയ്ക്കാനായിട്ട് സാധിക്കും. എല്ലാ പാരാമെഡിക്സിനും പ്രിസ്ക്രൈബ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അതിന് സ്പെഷ്യൽ ആയിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും ഉണ്ടാകാം. ഇതെപ്പോൾ നിലവിൽ വരും എന്നറിയില്ല. നിയർ ഫ്യൂച്ചറിൽ തന്നെ ഇത് പ്രാബല്യത്തിൽ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വളരെ നല്ല ചേഞ്ചസ് കുറച്ച് നാളുകളായി ഹെൽത്തിൽ ഉണ്ടായി. അതിനൊരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. കമ്മ്യൂണിറ്റി ഫാർമസിസ്റ്റ് പ്രിസ്ക്രൈബറിന്റെ കാര്യത്തിലും പിന്നെ GPക്ക് അപ് ടു 12 മന്ത്സിലേക്കുള്ള വേണമെങ്കിൽ അപ് ടു 12 മന്ത്സിലേക്കുള്ള പ്രിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ കൊടുക്കാം. അതിൻ്റെ ഒരു കാര്യത്തിലും എല്ലാം നല്ലൊരു തീരുമാനമാണ് ഉണ്ടായത്. ഇനിയും നല്ല നല്ല തീരുമാനങ്ങൾ ഹെൽത്തിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം റീസെൻ്റ് ആയിട്ട് അനൗൺസ് ചെയ്ത ബഡ്ജറ്റിൽ ഏകദേശം അഡീഷണൽ ആയിട്ട് മാറ്റിവെച്ചത് $5.8 ബില്യൺ ആണ് ഹെൽത്തിന് വേണ്ടിയിട്ട് അഡീഷണൽ ആയിട്ട് മാറ്റിവെച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും വരുന്ന ആളുകളിൽ നല്ല നല്ല ചേഞ്ചസ് നമുക്ക് പ്രതീക്ഷിക്കാം.